ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉന്നക്കായുടെ അതേ ടേസ്റ്റിലുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമല്ലോ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഉന്നക്കായുടെ ആ ഒരു ടേസ്റ്റിൽ കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് 3 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കറുത്ത് പോയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂണോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കുക, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് എടുക്കുക. അത് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്കൊരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങൊക്കെ കൂടുതലും തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പോളം എടുത്താൽ മതിയാവും. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഈ ഒരു നെയ്യിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഒരു മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു ബാറ്റർ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത് ഈ ഒരു പാനിലാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നെയ്യൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒഴിക്കണ്ട. ഒരു 2 മിനിറ്റ് വരെ ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കിയിട്ടെടുക്കുക. എന്നിട്ട് തുറന്ന് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡ് വശത്ത് ഫില്ലിങ് ആവാത്ത രീതിക്ക് വേണം വെച്ച് കൊടുക്കാനായിട്ട്. മുഴുവനായും വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഈ സൈഡിൽ കൂടെ ബാക്കിയുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മുകളിലും ഫില്ലിങ് കവറാവുന്ന രീതിക്ക് ഒഴിച്ച് കൊടുക്കുക. എല്ലാം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം അതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇതുപോലെ നോക്കുമ്പോൾ മുകൾ വശമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മുകൾ വശം ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുള്ള പാനിലേക്ക് ഇത് മറിച്ചിട്ടെടുക്കുക. 1-2 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഇതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ ഉണ്ടാക്കാനും സിമ്പിളാണ്. നമ്മൾ വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഉന്നക്കായ കഴിക്കാനൊക്കെ തോന്നുന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. പിന്നെ ഇത് ആ ചൂടോട് കൂടെ കഴിക്കരുത് കേട്ടോ. ഒന്നൊന്ന് ചൂട് പോയതിന് ശേഷം തണുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കും വേണം കേട്ടോ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.